തമിഴ്നാട് വിരുദുനഗറിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 25 ധനസഹായം നൽകുന്നതിൽ തീരുമാനമാകാത്തതിനാൽ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഇതുവരെ ഏറ്റുവാങ്ങിയിട്ടില്ല. അതേസമയം വനജ ഫയർവർക്സ് ഉടമയായ ഈശ്വരിയെയും ഭർത്താവ് മുത്തുമാണിക്യത്തിനെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിരുദുനഗർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേരാണ് ഇന്ന് മരിച്ചത്. 25 പേരിൽ 22 പേരുടെ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായി. മരിച്ചവരിൽ 3 പേർ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 20 ലക്ഷം രൂപ ധനസഹായം ലഭിച്ചാൽ മാത്രമേ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമെന്നാണ് ബന്ധുക്കളുടെ നിലപാട്. എന്നാൽ 5 ലക്ഷം രൂപയും 50,000 രൂപ അധിക സഹായവും മാത്രമേ നൽകാനാകൂവെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതോടെ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. அந்த முயற்சியில் இருக்கிறோம் ஆக்சுவலி. ஸோ அந்த வாட் எவர் த ஆக்ஷன் அரெஸ்ட் பண்ணுறதுக்கு என்ன பண்ணணும் அதில் என்னன்னாலும் வில் டேக் ஆக்ഷൻ. ഫാക്ടറി ഉടമകളുടെ അസോസിയേഷനിൽ നിന്നും തുക ലഭിക്കുമ്പോൾ 4 ലക്ഷം രൂപ വീതവും നൽകാമെന്ന് കളക്ടർ ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. ഇതിനിടെ വനജ ഫയർവർക്ക് ഫാക്ടറിയുടെ ഉടമസ്ഥരുടെ ബന്ധുക്കളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉടമകളെ കണ്ടെത്താൻ പോലീസിന്റെ 4 സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിക്കുകയാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.